ഈ പരാജയം ഞങ്ങളെ ലവലേശം പുറകോട്ട് മാറ്റില്ല. ഞങ്ങൾ പൂർവാധികം കരുത്തോടുകൂടി എല്ലാ ജനകീയ വിഷയങ്ങളിലും നാടിന് വേണ്ടി പങ്കെടുക്കാൻ LDF ഉണ്ടാകും, CPI ഉണ്ടാകും. അല്ല, വരാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും LDF മത്സരിക്കാൻ പോകുന്നത് ഇതിൻ്റെ അനുഭവങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങൾക്കൊരു മുന്നറിയിപ്പാണത്. ആ മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കണം. മറുഭാഗത്തുള്ളവർ നിസ്സാരന്മാരായിട്ട് അവരെ മാത്രം ഒന്നിനെ കണ്ടാൽ പോരാ. ഒരു UDF അല്ല, ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയമുള്ള എല്ലാവരും അപ്പുറത്തുണ്ടാകും. അതിൻ്റെ പാഠം. ഞങ്ങൾ UDF മാത്രം കണ്ടാൽ പോരാ. BJP ഇവിടെ എത്ര വോട്ട് പിടിച്ചു? നിലമ്പൂർ എത്ര വോട്ട് പിടിച്ചു? ആ സ്ഥാനാർത്ഥി ആരായിരുന്നു? തലേ ദിവസം വരെ UDF ആയിരുന്നു. UDFൻ്റെ ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു BJP സ്ഥാനാർത്ഥി. എന്ന് പറഞ്ഞാൽ UDFന് അത്യാവശ്യം വന്നാൽ സ്ഥാനാർത്ഥിയെ BJPക്ക് അത്യാവശ്യം വന്നാൽ സ്ഥാനാർത്ഥിയെ കടം കൊടുക്കുന്ന പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF. കോൺഗ്രസ് അറിയാതെ ഒരു UDF നേതാവ് എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിയാകുന്നത്? അത് സംശയമൊന്നും ആർക്കും വേണ്ട. വടകര ബേപ്പൂർ കാലത്ത് ആരംഭിച്ച ആ സഖ്യം, കോൺഗ്രസും ലീഗും BJPയും ഒന്നാകുന്ന സഖ്യം, ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം തുടരുകയാണ്. അത് പലപ്പോഴും കേരളം കണ്ടതാണ്. നിങ്ങൾക്കറിയാം, അതിനടിത്തറ ഒന്ന് മാത്രമാണ്, അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അതിൻ്റെ മാത്രം അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഈ UDF BJP ജമാഅത്തെ സഖ്യം ഒരു വലിയ ആപത്താണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.